നല്ല ജനത്തിരക്കുള്ള, അതായത് നല്ല സെൻറ്ററായ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3 ഹിറ്റാച്ചിയുടെ ATMകൾ സ്ഥാപിച്ച് ഇതുവരെയും നടത്തി വന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഹിറ്റാച്ചി ATM ലാഭകരമാണോ അല്ലയോ, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് ഞാൻ വിവരിക്കാൻ പോവുകയാണ്. ഹിറ്റാച്ചി ATM തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോഴേക്കും ഇത് തുടങ്ങണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഒരു നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഹിറ്റാച്ചി ATMനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. സ്വന്തം ക്യാഷ് ഞാൻ മുടക്കിയിട്ട് 3 സ്ഥലങ്ങളിൽ ATM തുടങ്ങി ഇതുവരെ നടത്തി വന്നപ്പോൾ എനിക്കുണ്ടായ ലാഭം എന്താണ്, അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്വന്തം അനുഭവമായതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. കാരണം ഹിറ്റാച്ചി ATMനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ ഞാൻ ഹിറ്റാച്ചി ATM തുടങ്ങുന്ന സമയത്ത് വേറെ 2 പേർ കൂടി എന്നോടൊപ്പം ATM തുടങ്ങിയിരുന്നു. അവർക്കും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹിറ്റാച്ചി ATM തുടങ്ങണമെന്നൊരാഗ്രഹം ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അതുവഴി അവർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും. അതുമാത്രമല്ല വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് ഷെയർ ചെയ്യാൻ പറയുന്നതെന്ന് വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാച്ചി ATM തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങുമ്പോഴും ക്യാഷ്, ഉണരുമ്പോഴും ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോകളൊക്കെ ചെയ്യുന്നത് മറ്റാരുമല്ല, ഈ ATM തുടങ്ങിക്കൊടുക്കാനായിട്ട് ഉള്ള ചില ആളുകളുണ്ട്. അവർക്ക് ഡീലർമാർ എന്നാണ് പറയുക. അവരാണ് ഇത്തരം വീഡിയോകൾ അവർ തന്നെയോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്കൊരു പൈസ കൊടുത്തിട്ട് അവർ വഴിയോ ചെയ്യുന്നതാണ്. കാരണം ഡീലർമാർക്കുള്ള പ്രയോജനം എന്താണെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവർ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് കാണുക കേട്ടോ. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹിറ്റാച്ചി ATM തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2020-21കളിൽ ഞങ്ങളുടെ പ്രദേശത്ത് 4 ഹിറ്റാച്ചി ATMകൾ തുടങ്ങിയിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന 4 ATMകളിൽ 2 എണ്ണം ഒരാളും മറ്റ് 2 എണ്ണം വേറൊരാളുമാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു ATMൽ ഞാനൊരു ദിവസം ക്യാഷ് എടുക്കാനായി ചെന്നപ്പോൾ അവിടെ ആ ATMൻ്റെ ഓണർ എന്നല്ല പറയുക, ഫ്രാഞ്ചൈസി എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ഹിറ്റാച്ചി കമ്പനി തന്നെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ATM തുടങ്ങിയ ആളെ ഓണറിന് തന്നെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്കിത് ലാഭമാണോ ചോദിച്ചപ്പോൾ ഇത് വളരെ ലാഭമാണ്, എനിക്ക് നന്നായി പോകുന്നുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു. അതേപോലെ ക്യാഷ് നമുക്ക് ഇന്ന് ATMൽ നിന്ന് ജനങ്ങൾ എടുത്തു പോകുന്ന ക്യാഷ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ഹിറ്റാച്ചി ATM തന്നെ അയച്ചു തരും. അത് നമ്മൾ അവിടെ പോയി ബാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മെഷീനിലേക്ക് ഇടുകയേ വേണ്ടൂ എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ അതിലിടുന്ന ക്യാഷ് നമ്മുടെ സ്വന്തം ക്യാഷാണ് കേട്ടോ. അപ്പോൾ അതറിഞ്ഞതോടെ എനിക്കും തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഇവരോടൊന്നും ചോദിച്ചില്ല, ഞാൻ ഓൺലൈനിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ മലപ്പുറം പൊന്നാനി ഭാഗത്തുള്ള ഒരു ഡീലറെ ഞാൻ അതിലൂടെ പരിചയപ്പെട്ടു. ആ ഡീലറുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങളോട് ഒരാളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രാജേഷ് എന്ന് ഈ വീഡിയോയിൽ അയാളെ വിളിക്കുകയാണ്. അയാളുടെ യഥാർത്ഥ പേര് അതല്ല, ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അപ്പോൾ ഈ രാജേഷിനോട് ഞാൻ ചോദിച്ചു, ഹിറ്റാച്ചി ATM തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് ഒരു ATMൽ നിന്ന് ഒരു ദിവസം 100 ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, അങ്ങനെ 3000 ട്രാൻസാക്ഷൻ ഒരു മാസം നടക്കുകയാണെങ്കിൽ നമുക്ക് ഹിറ്റാച്ചി കമ്പനി 30,000 രൂപ തരുമെന്ന് പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത വായിക്ക് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ATMകൾ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ സ്വന്തം ക്യാഷ് മുടക്കിയിട്ട് 10 ATMകൾ അയാളുടെ പ്രദേശത്ത്
സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഇയാളെ അവിടെ പോയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അയാൾ എന്നെ ഇവിടെ വന്ന് കാണുകയാണ് ചെയ്തത്. ഇപ്പോഴും എനിക്ക് അയാളുടെ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. മലപ്പുറം പൊന്നാനി ഭാഗത്താണെന്ന് പറഞ്ഞത്. ഞാനൊരു വ്യാജ നെയിം നൽകിയ ഈ രാജേഷ്, യഥാർത്ഥ നെയിം വേറെയാണല്ലോ. അപ്പോൾ രാജേഷ് പറഞ്ഞത് അയാൾക്ക്, അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ATMകളിൽ നിങ്ങൾക്ക് 100 ട്രാൻസാക്ഷൻ വെച്ച് ദിവസവും നടന്ന് 30,000 രൂപ മാസം ലഭിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അയാൾ അപ്പം തന്നെ പറഞ്ഞു 30,000 വെച്ച് എല്ലാ ATMകളിലും ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒപ്പം അയാൾ പറഞ്ഞു ഒരു ATMൽ ഒരു ദിവസം കുറച്ച് ട്രാൻസാക്ഷൻ കുറവാണെങ്കിൽ മറ്റേ ATMൽ അത് കൂടുതലായിരിക്കും. അങ്ങനെ മാസം എല്ലാറ്റിലും തന്നെ പുള്ളിക്ക് 30,000 രൂപ വെച്ച് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇനി 30,000 എന്ന് അയാൾ പറഞ്ഞത് കുറച്ച് അധികമാണെങ്കിലും ഞാനൊരു 5 ATMകൾ തുടങ്ങുകയാണെങ്കിൽ അതിൽ ഒരെണ്ണത്തിൽ 20,000 രൂപ വെച്ച് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മാസം 1 ലക്ഷം രൂപ എനിക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ കറണ്ട് ചാർജ് വാടകയൊക്കെ പോകെ എനിക്ക് നല്ലൊരു സംഖ്യയിൽ നിൽക്കുമല്ലോ. അപ്പം നല്ല ലാഭമായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ സ്വയം ചിന്തിച്ചു. പക്ഷേ അയാൾ പറഞ്ഞ ഈ 10 ATMകളുടെ കാര്യവും സത്യം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം 100 ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ അതിൽ എത്ര രൂപ ഇട്ടുവെക്കേണ്ടി വരുമെന്ന് ഞാൻ ഈ ഡീലറോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 4.5 ലക്ഷം രൂപയാണ് അതിൻ്റെ കണക്ക് 100 ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. കാരണം ആവറേജ് സംഖ്യയാണത്. ഒരു ദിവസം ഒരാൾ 10,000 എടുക്കുകയാണെങ്കിൽ വേറൊരാൾ 100 രൂപയാവും എടുക്കുക, വേറൊരാൾ 1000 ആവും എടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് 100 ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ATMൽ 4.5 ലക്ഷം എന്തായാലും ജനങ്ങൾ എടുക്കും. ഇനി ഒരുപക്ഷെ അതിൽ കുറയാൻ സാധ്യതയില്ല, കൂടുകയുള്ളൂ. ചിലപ്പോൾ 5, 5.5 പോകും. അതൊരു ആവറേജ് കണക്കാണ് ഈ 4.5. അപ്പോൾ നമ്മൾ 4.5 ലക്ഷം രൂപ ഇട്ടുവെച്ചാൽ മതിയോ അതിൽ നിന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ അതുപോരാ. കാരണം അടുത്ത ദിവസം രാവിലെ ബാങ്കിൽ പോയിട്ട് ഈ 4.5 ലക്ഷം നമ്മൾ എടുത്തുകൊണ്ടുവന്ന് ഇടാനുള്ള ഒരു സമയമുണ്ടല്ലോ. ആ സമയം വരെയും ജനങ്ങൾക്ക് അടുത്ത ദിവസം ക്യാഷ് എടുക്കണ്ടേ, അതിനുള്ള സംഖ്യ കൂടി വേണം. അങ്ങനെ 6 ലക്ഷം രൂപ ഇട്ടുവെച്ചാൽ മതി, അത്രയേ വേണ്ടതുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ അത് 100% തെറ്റായ ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ മിനിമം 12 ലക്ഷം രൂപയെങ്കിലും ഇട്ട് വെച്ചാലേ 100 ട്രാൻസാക്ഷൻ മാസം അങ്ങനെ 3000 ട്രാൻസാക്ഷൻ നടക്കാനായിട്ടുള്ള സംഖ്യ ആവുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ 2 ദിവസമൊക്കെ മിനിമം അടുപ്പിച്ച് ബാങ്ക് ഉണ്ടാവില്ല. ഇപ്പം 2ാം ശനി ഞായർ ഈ ദിവസങ്ങളിൽ ബാങ്ക് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളിയാഴ്ച പോയ ക്യാഷ് ശനിയാഴ്ച നമുക്ക് പോയിട്ട് എടുത്തുകൊണ്ടൊന്ന് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് ATMൽ ഇടണ്ടേ. അപ്പോൾ ശനിയാഴ്ച ബാങ്കില്ലല്ലോ. അപ്പോൾ ശനിയാഴ്ചത്തെ ക്യാഷും വേണം. അപ്പോൾ ഒരു 4.5 കൂടി ആവുമ്പോൾ എത്രയായി? 9.5 അല്ലേ? 9 ലക്ഷമായി അല്ലേ? ഇനി അതുപോരാതെ ഞായറാഴ്ച പോയിട്ട് നമുക്ക് ബാങ്കിൽ പോയി ഈ ക്യാഷ് എടുത്തിട്ട് വരാൻ പറ്റുമോ? ഈ 9 ലക്ഷം അതും പറ്റില്ല. അപ്പം ഞായറാഴ്ചത്തെ ക്യാഷും വേണം. അപ്പോൾ എത്രയായി? 9 3 12, ഒരു 13.5 ലക്ഷം രൂപയോളം വേണമല്ലോ. അപ്പം മിനിമം നമ്മളൊരു 12 ലക്ഷമെങ്കിലും മെഷീനിൽ സ്ഥിരമായിട്ട് ഇട്ട് വെക്കണം. എന്നാലേ ഒരു 100 ട്രാൻസാക്ഷൻ നടക്കുന്ന ATM നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇയാൾ അങ്ങനെയല്ല പറഞ്ഞത്, 6 ലക്ഷം മതി എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കിങ്ങനെ നന്നായി നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു 5 എണ്ണം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ATM തുടങ്ങാനായിട്ട് നമ്മൾ പേൾ എന്നൊരു മോഡലാണ് അന്നുണ്ടായിരുന്നത് കേട്ടോ. 2022 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം പേൾ എന്ന സ്കീം ഹിറ്റാച്ചിക്കില്ല. ഹിറ്റാച്ചി ഓരോ വർഷവും പുതിയ സ്കീമുകൾ കൊണ്ടുവരും. അപ്പം ഞാൻ തുടങ്ങുന്ന സമയത്തുള്ള ആ ഒരു സ്കീം പേളാണ്. അതിന് 1,59,000 രൂപ നമ്മൾ കമ്പനിക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നൽകണം. അപ്പോഴേ നമുക്കത് തുടങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാനൊരു 3 എണ്ണം മിനിമം അപ്പോൾ തുടക്കത്തിൽ തുടങ്ങാം, പിന്നെ ഒരു 2 എണ്ണം കൂടി, അങ്ങനെ 5 എണ്ണം ആക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ 3 എണ്ണം തുടങ്ങുകയാണെങ്കിൽ ഞാൻ അത്രയും രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 1,59 × 3 ഞാൻ കമ്പനിക്ക് കൊടുക്കണം. അപ്പോൾ അതിന് തന്നെ 4,80,000 രൂപയോളം ഞാൻ കമ്പനിക്ക് കൊടുക്കണം. ഇത് പോരാതെയാണ് 6 ലക്ഷം വെച്ചിട്ട് 3 ATMകളിൽ പുള്ളി പറഞ്ഞ കണക്കിൽ ഞാൻ പൈസ കാണേണ്ടത്. അപ്പോൾ അതിനുമായി ഒരു 18 ലക്ഷം, കമ്പനിക്കൊരു 5 ലക്ഷം രൂപയോളം. അപ്പോൾ ആയില്ലേ ഒരു 23 ലക്ഷം രൂപയോളം എന്തായാലും എനിക്ക് വേണം. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സ്വന്തം ക്യാഷ് മുടക്കി തന്നെ ഇത് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നിങ്ങൾ നല്ല ജനത്തിരക്കുള്ള സെൻറ്ററായ സ്ഥലങ്ങൾ കണ്ടുവെക്കുക, ഞങ്ങൾ വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്ഥലത്ത് എനിക്ക് ഈ ATM തുടങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ 4 ATMകൾ ആൾറെഡി ഉള്ളത് കൊണ്ട് വേറെ ATMകൾ തുടങ്ങാൻ കമ്പനി അനുവദിക്കില്ല. അപ്പം ഞാൻ വേറെ സ്ഥലങ്ങൾ നോക്കി. ഒരെണ്ണം 4 കിലോമീറ്ററിൻ്റെ അപ്പുറം, മറ്റൊന്ന്
15 കിലോമീറ്ററിൻ്റെ അപ്പുറം, മറ്റൊന്ന് 22 കിലോമീറ്ററിൻ്റെ അപ്പുറം. അങ്ങനെ 3 സ്ഥലങ്ങൾ ഞാൻ നോക്കി വെച്ചു. ഇത് കൂടാതെ വേറെ ഒരു 4-5 സ്ഥലം ഞാൻ നോക്കി വെച്ചു കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇത് തന്നെയാണ്. ഇതിൽ നല്ല ജനത്തിരക്കുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം, എൻ്റെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 സ്ഥലങ്ങളെ ശരിക്ക് അങ്ങോട്ട് പുള്ളിയോട് റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ പുള്ളിക്ക് എന്തോ ഒരാഴ്ചയായിട്ട് അവിടെ എന്തൊക്കെയോ പുള്ളിയുടെ തിരക്കുകൾ കാരണം വരാൻ പറ്റാതെ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ പ്രദേശത്ത് തുടങ്ങിയ ഒരാളുടെ ATMൽ ഒരു വമ്പൻ തട്ടിപ്പ് സംഭവിച്ചു. അത് ഞാൻ പത്രവാർത്തയിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ ആ പത്രവാർത്ത ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഈ രാജേഷിന്, ഞാൻ തുടങ്ങാൻ പോകുന്ന ഡീലർക്ക് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഉത്തർപ്രദേശ് ഭാഗത്ത് നിന്ന് ATMൽ നിന്ന് ക്യാഷ് തട്ടുന്ന മോഷ്ടാക്കൾ കുറച്ച് ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി ഈ ഒരു വ്യക്തിയുടെ ATMൽ കയറി പണം മോഷ്ടിച്ചു. അവർ മോഷ്ടിച്ചത് ATM കുത്തി തുറന്നിട്ടൊന്നും അല്ല കേട്ടോ. പുറത്ത് ആളുകൾ ക്യാഷ് എടുക്കാൻ നിൽക്കുമ്പോൾ അകത്ത് നിന്നുകൊണ്ട് ഇവർ ജെന്റിലായ, അതായത് മാന്യമായ രീതിയിൽ തന്നെ അവിടെ നിന്ന് ക്യാഷ് എടുക്കുന്ന പോലെയാണ്, ഒരു പ്രത്യേക ടെക്നിക്കിലൂടെയാണ് ഇവർ ക്യാഷ് മോഷ്ടിച്ചത്. ആ ATMൻ്റെ ഓണറുടെ പേര് റാഷിദാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ അവിടെ ക്യാഷ് മോഷ്ടിക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് ഈ ഓണർ, ഈ റാഷിദ്, ആ ATMലേക്ക് അന്നത്തെ ദിവസം ഒരു 2-3 തവണ പോയിരുന്നു. അപ്പോഴൊക്കെ ഇവർ അവിടെ കണ്ടു പുള്ളി. അപ്പോൾ സംശയം തോന്നിയപ്പോൾ പുള്ളിയുടെ ഡീലർക്ക് പുള്ളി വിളിച്ച് പറഞ്ഞു. ഡീലർ വേഗം പോലീസിനോട് പറഞ്ഞു. പോലീസ് വന്ന് നോക്കുമ്പോൾ മോഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ 2,30,000 രൂപയാണ് മെഷീനിൽ നിന്ന് ഇവർ മോഷ്ടിച്ചതെന്ന് അവരുടെ ചോദ്യം ചെയ്യലിലും തെളിവുകളിലൂടെയും പോലീസ് മനസ്സിലാക്കി FIR രജിസ്റ്റർ ചെയ്തു. അപ്പം ഞാൻ ഈ രാജേഷിനോട് ചോദിച്ചു, ഈ 2,30,000 രൂപയോളം ഇവർക്ക് പോയിട്ടുണ്ട്, ആ പൈസ ഇവരുടെ സ്വന്തം പൈസയാണല്ലോ, റാഷിദിൻ്റെ ആണല്ലോ, അതിനി എന്ത് സംഭവിക്കും ചോദിച്ചപ്പോൾ നിങ്ങൾ ആ കാര്യം പേടിക്കുക. അപ്പം ഞാനിതിന് പേടിച്ചിട്ടാണ് ചോദിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ തുടങ്ങിയ എൻ്റെ കാശും പോകുമെന്ന് പറഞ്ഞിട്ടാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു കമ്പനിക്ക് ഈ ATMൽ 100% ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എത്ര രൂപ പോയാലും 1 രൂപ പോലും പോകാതെ നിങ്ങൾക്ക് കമ്പനി തിരിച്ചു തരും, അതിന് ഞാൻ ഗ്യാരണ്ടിന്ന് ഈ രാജേഷ് തറപ്പിച്ച് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു ബാക്ക് അടിക്കാൻ തോന്നി. കാരണം ഈ ATM തുടങ്ങി എൻ്റെ പൈസ പോയി കഴിഞ്ഞാൽ ഈ രാജേഷിനെ എനിക്ക് ശരിക്കും അറിയില്ല, നാളെ ആ പൈസ കിട്ടിയില്ലെങ്കിലോ എന്നൊരു സംസാരമൊക്കെ ഞാൻ പുള്ളിയോട് ഇങ്ങനെ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ തുടങ്ങില്ലയോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അപ്പം തന്നെ കാർ എടുത്തുകൊണ്ട് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ രാജേഷിനെ കാണുന്നത്. പക്ഷേ രാജേഷിനെ കാണുമ്പോഴാണ് മനസ്സിലായത് പുള്ളി മാത്രമല്ല ഇതിലുള്ളത്, വേറൊരാൾ കൂടി പുള്ളിയുടെ പാർട്ട്ണർഷിപ്പിലുണ്ട്. പുള്ളി ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടിയാണ് 10 ATMകൾ അവിടെ തുടങ്ങിയിരിക്കുന്നതും മറ്റുള്ളവർക്ക് തുടങ്ങാനായിട്ട് ഇവർ ഡീലർമാരായിട്ട് നിൽക്കുന്നതും. ഡീലർമാർക്ക് അതിൽ നല്ല ലാഭം ഉണ്ടായി ഞാൻ പറയാം. അപ്പോൾ ഇവർ 2 പേരും ആണെന്ന് അപ്പോഴേ ഈ രാജേഷ് എന്നോട് വ്യക്തമാക്കിയുള്ളൂ. ഓക്കെ, ഒപ്പം ഒരു ഫീൽഡ് ഓഫീസർ കൂടി അന്ന് വന്നിരുന്നു. ആ ഫീൽഡ് ഓഫീസർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടുത്തെ ആ റൂമിൻ്റെ ഫോട്ടോ, അതേപോലെ ആ ചുറ്റും പ്രദേശത്തെ ജനത്തിരക്കിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് അത് അയാൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും ഹിറ്റാച്ചി കമ്പനിക്ക്. എന്നിട്ട് അയാളുടെ അഭിപ്രായവും കമ്പനിയോട് പറയും ഈ സ്ഥലത്തിന് അപ്രൂവൽ കൊടുക്കണമെന്ന്. അപ്പോൾ ആ കമ്പനി അത് തീരുമാനിച്ചിട്ട് നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്രൂവൽ നൽകുകയാണെങ്കിൽ നൽകും. ഇതാണ് അതിൻ്റെ രീതി. അങ്ങനെ കമ്പനി അപ്രൂവൽ നൽകി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ അപ്രൂവൽ ലഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു റൂമിൽ ATM തുടങ്ങുന്നതിനുള്ള എല്ലാ വർക്കുകളും തന്നെ ഹിറ്റാച്ചി കമ്പനി ചെയ്തു. അതായത് ആ ATM സ്ഥാപിക്കുന്നതിനുള്ള ആ ഒരു കബോർഡ്, പ്ലൈവുഡിൻ്റെ വർക്ക്, പിന്നെ ചില്ല് ഡോറ്, ഇൻവെർട്ടർ, ബാറ്ററി, അതുപോലെ നെയിം ബോർഡ്, പിന്നെ ഇലക്ട്രീഷ്യൻ വർക്ക്, അതുപോലെ ഡിഷിൻ്റെ വർക്ക്, ഇതൊക്കെ തന്നെ അവർ ചെയ്തു തീർത്തു. പക്ഷേ മെഷീൻ മാത്രം ഇറക്കിയില്ല. അങ്ങനെ ഈ വർക്ക് കഴിഞ്ഞാൽ തന്നെ രാജേഷ് എന്നോട് വിളിച്ചു പറഞ്ഞു അവർക്ക് ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അയക്കാൻ. അതിനായിട്ട് ഈ ഹിറ്റാച്ചിയുടെ ബാങ്ക് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കാണ്. അതിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ പുള്ളി എനിക്ക് അയച്ചു തന്നു. അതിലേക്ക് ഞാൻ ആ 1,59,000 രൂപ അയച്ചു കൊടുത്തു. അത് അയച്ചതും തന്നെ മെഷീനും വന്നു. അത് എഞ്ചിനീയർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ അത് ഉദ്ഘാടനമായി. അത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് വേറെ 2 സൈറ്റുകൾക്കും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയും ഇതേ പ്രക്രിയ തന്നെ നടന്ന് ഞാൻ ആ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് അവിടെയും ഞാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ അയച്ചു കൊടുത്താലും നമ്മൾ മെഷീനിൽ ക്യാഷ് ഇട്ട് വെക്കണം. അപ്പോൾ അതിലൊക്കെ ഞാൻ 6 ലക്ഷം രൂപ വെച്ച് ഓരോ മെഷീനിലും ഇട്ടിരുന്നു. അങ്ങനെ അത് സ്റ്റാർട്ടിംഗ് ആയി. അങ്ങനെ 1 മാസത്തോളം അത് ഓടിയ. പക്ഷേ ഈ ATMകൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്തൊക്കെ
നോട്ടീസ് പത്രത്തിൽ വിതരണം ചെയ്തിരുന്നു. അതേപോലെ ആ പ്രദേശത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞാൻ പരസ്യവും കൊടുത്തിരുന്നു. അങ്ങനെ ജനങ്ങളെ അറിയിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിരുന്നത്. പക്ഷേ എല്ലാവരും അവിടെ അറിഞ്ഞിട്ടും ആദ്യത്തെ മാസം 20-25 ട്രാൻസാക്ഷനുകളൊക്കെ ഈ 3 ATM നടന്നുള്ളൂ. അപ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു, ഒരു മാസമായിട്ടും ഇത്രയല്ലേ നടന്നുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ആളുകൾ അറിഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസമായി. പക്ഷേ ഈ ഒരു മാസത്തിൽ എനിക്ക് അവിടെ ലഭിച്ചത് 25-30 ട്രാൻസാക്ഷനുകളാണ് ആവറേജ് ലഭിച്ചത്. അതിൽ 3500 രൂപയൊക്കെ ഈ 3 ATM ഈ ഇറ്റാച്ചി കമ്പനി അയച്ചു തന്നുള്ളൂ. കാരണം അത്ര ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വൻ നഷ്ടമായിരുന്നു അത്. കാരണം കറണ്ട് ചാർജ്, വാടകയ്ക്കൊക്കെ ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ബാക്കി കാശ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അടുത്ത മാസം ഇതേപോലെ തന്നെ ട്രാൻസാക്ഷനുകൾ ഒരു 30-35 വരെ വന്നുള്ളൂ. ഒരു ATM വളരെ കുറവായിരുന്നു. ബാക്കി 2 ഇങ്ങനെ 30-35 ആ ലെവലിൽ നിന്നു. ആ മാസം ഒരു 3500-4000 രൂപയ്ക്ക് ഉള്ളിലേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഞാൻ രാജേഷിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് വന്നോളും. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര മാസം എടുക്കും ഇത് ഒരു 100 ട്രാൻസാക്ഷൻ നിങ്ങൾ പറഞ്ഞ പോലെ വരാൻ? ഇദ്ദേഹം പറഞ്ഞിരുന്നല്ലോ എല്ലാ ATM 100 ട്രാൻസാക്ഷൻ എന്തായാലും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ 6 മാസത്തോളം എടുക്കും, 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ മാസവും ഞാൻ കാത്തിരുന്നു, പക്ഷെ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു SBI ATM അടുത്തൊരു ATM തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 20-25 മീറ്റർ വിട്ടിട്ട് ഒരു ATM തുടങ്ങിയിരുന്നു. ആ SBI ATM അവിടുന്ന് എൻ്റെ ഭാഗ്യത്തിന് മറ്റേ SBI തന്നെ മാറ്റി സ്ഥാപിച്ചു. എൻ്റെ ATM ഒന്നുകൂടി ആ ജംഗ്ഷൻ്റെ അടുത്തായി. മറ്റേത് എൻ്റെ ATM കഴിഞ്ഞിട്ട് വേണം പോകാൻ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ട്രാൻസാക്ഷൻ അതിൽ 40-45 ട്രാൻസാക്ഷനൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ വന്നില്ല കേട്ടോ. കാരണം SBI ATM പോകുന്നവർ അവിടെ തന്നെ പോകുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ലൊക്കേഷൻ ഞാൻ തുടങ്ങിയതിൽ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ്, അവിടെ പച്ചക്കറി മാർക്കറ്റ്, മീൻ ചന്ത, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള നല്ല സെൻറ്ററാണ് ആ സ്ഥലം. അവിടെയും ഇതേപോലെ 40-45 ട്രാൻസാക്ഷനാണ് എനിക്ക് 3-4 മാസമൊക്കെ ആയിട്ട് ലഭിച്ചിരുന്നത്. പക്ഷേ മറ്റൊരു ATM വളരെ കുറവായിരുന്നു. അതും ഇത്രയ്ക്ക് നല്ല ടൗണിൽ തന്നെയായിരുന്നു. പക്ഷേ അതിൽ 30-35 ലഭിച്ചുള്ളൂ. അതിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ട് തന്നെയാണ് അവിടെ നടത്തിയിരുന്ന കാലം അത്രയും ഞാൻ കറണ്ട് ചാർജ്, വാടകയൊക്കെ കൂടുതലായി ചേർത്ത് കൊടുക്കേണ്ടി വന്നത്. വൻ നഷ്ടമായിരുന്നു അത്. അപ്പോൾ ബാക്കി 2 ഇങ്ങനെ തന്നെ പോയി. അപ്പോൾ 6 മാസത്തോളം ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ 4000, ചിലപ്പോൾ ഈ ഒരു SBIയുടെ ATM മാറ്റി സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടെ ചില മാസങ്ങളിൽ 8000 ഒക്കെ കിട്ടാൻ തുടങ്ങി. കാരണം SBI ATM പലപ്പോഴും ക്യാഷ് മുഴുവനായിട്ടും തീരും. അപ്പോൾ അവിടെ പോകുന്ന കസ്റ്റമർ മൊത്തം നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോഴൊക്കെ 100-120 ഒക്കെ കിട്ടും. ആ ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അല്ലാത്ത ദിവസമൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ അവസാനം ആ ഒരു ATM 60 ട്രാൻസാക്ഷൻ വരെ ആവറേജ് ലഭിക്കാൻ തുടങ്ങി. പക്ഷേ അതുമ്പോഴേക്ക് ഈ 6 മാസം ആകുമ്പോഴേക്കും തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് എന്തായാലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. 100 ട്രാൻസാക്ഷൻ ഒന്നും ഒരിക്കലും വരില്ല. കാരണം അവിടെയുള്ള ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും വരുന്നില്ലല്ലോ. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇനിയും വന്നില്ലേ, അതെന്താ എന്നൊക്കെ പുള്ളി എന്നോട് എന്തോ അറിയാത്ത പോലെ ചോദിക്കുക. നിങ്ങൾ ഒന്നുകൂടി പരസ്യം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും പരസ്യമൊക്കെ കൊടുത്തു നോക്കി, വരുന്നേ ഇല്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എല്ലാം കൂടി, ഞാൻ ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ലഭിക്കുന്ന കാശ് ഞാൻ അതിൽ മുടക്കിയിരിക്കുന്ന ആ ഒരു മൂലധനം ഉണ്ടല്ലോ, അത് ഈക്വൽ ചെയ്ത് നോക്കുമ്പോൾ വളരെ നഷ്ടം, വൻ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അതെന്താണ് നഷ്ടം, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറയാട്ടോ. ആ ഭാഗം ഈ വീഡിയോയിൽ വളരെ പ്രസക്തമാണ്, അത് ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് നിങ്ങൾ ഇറ്റാച്ചി ATM തുടങ്ങണമോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്, എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടമായി, ടെൻഷനായി. കാരണം ഞാനിത് നിർത്തിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു വൻ അടിയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ പുള്ളി അത് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റി സ്ഥാപിച്ച് നോക്കൂ. അപ്പോൾ അതിന് എത്ര ചിലവ് വരും ചോദിച്ചപ്പോൾ കമ്പനിക്ക് 40,000-45,000 എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പോരാ, അത് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ അവിടുത്തെ ചിലവുകളും ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വഹിക്കണം. ഇവിടെ ഈ 3 വ്യത്യസ്ത സ്ഥലങ്ങൾ നല്ല സെൻട്രായ സ്ഥലങ്ങളിൽ ഇട്ടിട്ട് തന്നെ നടന്നിട്ടില്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോയി ഇട്ടാലും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിർത്തുക തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർത്തുന്നതിന് മുമ്പ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് എന്നെ പിന്നെ താല്പര്യമില്ലാതായി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാനതിൽ നിന്ന് ഒഴിവാകുന്ന തീരുമാനിച്ചപ്പോൾ പുള്ളി പിന്നെ എന്നെ വേണ്ട, അതുകൊണ്ട് ഇത് ഞാൻ തുടങ്ങി കൊടുക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കമ്പനിയുമായിട്ട് സംസാരിക്കുക, എനിക്ക് ഇതുമായി ഒരു ഇടപാടും ഇല്ല എന്ന് പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു എന്നറിയോ, കമ്പനിയിലത്തെ നമ്പറുകളൊക്കെ എനിക്ക് തന്നിട്ട് എൻ്റെ നമ്പറിനെ പുള്ളിയും പുള്ളിയുടെ പാർട്ട്ണറും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിയെ വിളിക്കുമ്പോഴൊക്കെ ബിസി എന്നാണ് പറയുന്നത്. എനിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല, ദിവസവും 10 വട്ടമൊക്കെ വിളിച്ചാൽ ബിസിയാണ്, അല്ലെങ്കിൽ വിളിച്ചാൽ അപ്പം തന്നെ പുള്ളി എടുക്കണം, പുള്ളിക്ക് അത്ര ബിസിയൊന്നുമല്ല.
ഒരു ATM ഇവർ തുടങ്ങി കൊടുക്കുമ്പോൾ ഇവർക്ക് 5000 സംതിങ് അതിൽ ഒരു കമ്മീഷനുണ്ട് തുടങ്ങാൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനിൽ എത്ര ലഭിക്കുന്നു? ഇവർ എൻ്റെ സ്ഥലത്തേക്ക് വന്നിരുന്നപ്പോൾ ഞാൻ മറ്റേ ഡീലറോട് ചോദിച്ചിരുന്നു, പാർട്ട്ണറിനോട്. അയാൾ പറഞ്ഞു 75 പൈസ ഒരു ട്രാൻസാക്ഷനിൽ ലഭിക്കുമെന്ന് പറഞ്ഞു. 75 പൈസ ആയിരിക്കില്ല, 1 രൂപയോളം എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ATMൽ ഒരു ദിവസം ആവറേജ് 60 ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. അത് പല ATMകളിൽ പല പോലെ ആയിരിക്കും. ഒന്നിൽ 120, ഒന്നിൽ 130, ഒന്നിൽ 40, അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ATMകൾ. അപ്പോൾ നമ്മൾ ആവറേജ് 60 നടക്കുന്നുണ്ടെന്ന് കരുതുക ഒരു ATMൽ. അപ്പോൾ ഇയാൾക്ക് ഒരു ദിവസം എത്ര ലഭിക്കും? 60 രൂപ ലഭിക്കും. അപ്പോൾ ഒരു മാസം എത്ര ലഭിക്കും? 1800 രൂപ ഒരു ATMൽ നിന്ന് ഇയാൾക്ക് ഒരു മാസത്തിൽ ലഭിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് 200ഓളം ATMകളുള്ള ഒരു ഡീലർ ഉണ്ട്. 200 ATM ആണെങ്കിൽ എത്ര രൂപ ഒരു മാസം ലഭിക്കും? വേണ്ട, ഈ ഒരു രാജേഷ് ഡീലറിൻ്റെ കീഴിൽ 100 ATMകളാണ് ഉള്ളതെങ്കിൽ 1800 രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു മാസം 1,80,000 രൂപ ഇവർക്ക് വെറുതെ ലഭിക്കുകയാണ്. കാരണം ഇവരൊന്നും ക്യാഷ് ഒന്നും മുടക്കിയിട്ടില്ല. തുടങ്ങി കൊടുക്കാൻ ഒരു സപ്പോർട്ട് കമ്പനിയുമായി ചെയ്തു എന്നല്ലാതെ വേറെ എന്ത് ചെയ്തു? അപ്പോൾ അവർക്ക് അതിൽ തന്നെ, അതുകൂടാതെ ഈ 5000 സംതിങ് വെച്ചിട്ട് ഈ 100 ATMകൾ തുടങ്ങിയതിന് പുള്ളിക്ക് കിട്ടിയല്ലോ, ആ ഒരു സംഖ്യയും ലഭിക്കും. കൂടാതെ മാസാമാസം ഈ ഒരു സംഖ്യയും 100 ATMന് ലഭിക്കും. അപ്പോൾ എത്ര വലിയൊരു ക്യാഷാണ് ഇവർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇവർ തുടങ്ങിയ ആ ഒരു 10 ATM ഉണ്ടല്ലോ, അത് നഷ്ടത്തിലാണെങ്കിൽ പോലും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, അവർ പിന്നെ അത് പൂട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള ATM തുടങ്ങിയ ആൾ, അതായത് ഇവിടെയുള്ള ഡീലർ ഉണ്ടല്ലോ, ഈ രാജേഷ് അല്ല, ഞങ്ങളുടെ പ്രദേശത്തുള്ള ഡീലർ, അയാൾ ഒരു 10 ATM ഉണ്ടായിരുന്നു. അയാൾ അതൊക്കെ പൂട്ടി, കാരണം അതിലൊന്നും മെച്ചമില്ല എന്ന് കണ്ടിട്ട്. പക്ഷേ അയാൾക്ക് കീഴിൽ കുറേ 200ഓളം ATMകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പൂട്ടി വരികയാണ്. കാരണം ഇറ്റാച്ചി ATM താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇയാളുടെ കീഴിൽ ഉള്ള ഇത്രയും ATMകൾക്ക് ഇയാൾക്ക് ഇത്രയും സംഖ്യ ലഭിക്കും. അപ്പോൾ എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന്. നമ്മുടെ ക്യാഷ്, നമ്മുടെ സ്വന്തം ക്യാഷ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ ക്യാഷിൽ നിന്നാണ് അയാൾക്ക് ലഭിക്കുന്നത്. അതേപോലെ ഇയാൾക്ക് മുകളിലുള്ള ടീം ആരാന്ന് വെച്ചാൽ MF ആണ്, മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ്. അതിന് കീഴിലാണ് ഡീലർ, മാസ്റ്റർ ഡീലറൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇയാൾ മാസ്റ്റർ ഡീലറാണ്. അപ്പോൾ അവർക്കും കിട്ടും, MFനും ഒരു സംഖ്യ ലഭിക്കും. അതുകൂടാതെ ഈ ഹിറ്റാച്ചി കമ്പനിക്ക് നല്ലൊരു സംഖ്യ ലഭിക്കും. 24 രൂപയോളം ഒരു ട്രാൻസാക്ഷനിൽ കമ്മീഷൻ ഇവർക്ക് ലഭിക്കും. എന്നിട്ടാണ് ഈ മറ്റേ രാജേഷ് എന്നോട് ഇങ്ങനെ ചെയ്തത്. സ്വന്തമായി കാശ് മുടക്കി താൻ തുടങ്ങിയ 10 ATMകളിൽ ഓരോന്നിലും 30,000 രൂപ വെച്ച് ലഭിക്കുന്നുണ്ടെന്ന് രാജേഷ് ഡീലർ എന്നോട് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ പിന്നീട് എന്നോട് നല്ല ലോഹ്യത്തിലായിരിക്കുന്ന സമയത്ത് 2 ATMകൾ ഒഴിച്ച് ബാക്കി 8 എണ്ണത്തിലും 10,000 രൂപ വെച്ച് ലഭിക്കുന്നുള്ളൂ എന്ന സത്യം പുള്ളി പിന്നീട് പറയുകയുണ്ടായി. അത് തന്നെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 3 എണ്ണം തുടങ്ങിയിട്ട് എത്രയാണ് എനിക്ക് ലഭിച്ചിരുന്നതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ഈ 30,000ന്റെ കഥ വെറും തള്ളു മാത്രമായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ATM തുടങ്ങിയ 2 സ്വകാര്യ വ്യക്തികളിൽ ഒരാൾ അയാൾക്ക് ധാരാളം ട്രാൻസാക്ഷൻ ലഭിക്കുന്നതായിട്ട് പറഞ്ഞതായി ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. പക്ഷേ ഞാൻ ATM തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ ATM പൂട്ടിപ്പോയി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിൽ കാര്യമായ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ശരിക്കും ഒരു ഡീലറിൻ്റെ കസിനായിരുന്നു. അപ്പോൾ ഡീലർക്ക് കീഴിൽ ഞാൻ പിന്നീട് ATM എങ്ങാനും തുടങ്ങാൻ വന്നാലോ എന്ന പ്രതീക്ഷയിലായിരിക്കാം പുള്ളി അങ്ങനെ ഒരു നുണ പറഞ്ഞത്. അപ്പോൾ ഡീലർമാരെ കണ്ണടച്ച് വിശ്വസിച്ചാൽ പണി കിട്ടും എന്നതിന് അവർക്ക് കീഴിൽ ATM തുടങ്ങി ഇതുപോലെ പെട്ടുപോയവരിൽ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ 3 ATMകളിലും ഇത് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ്, നോട്ടീസ് ബോർഡിൽ വെച്ചു. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് അവിടെയുള്ള ATM ഉണ്ടല്ലോ, അതിലെ നോട്ടീസിനെ ഒരു ആൾ വലിച്ചു കീറി കളഞ്ഞിട്ട് അയാൾ എന്നെ അവിടെയുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ATM ഞാൻ എടുക്കുകയാണ്, എത്ര രൂപയാണോ അത് ഞാൻ തരാൻ പറഞ്ഞ് അയാളത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് അയാൾക്ക് ഞാൻ കൊടുത്തു. അത് കൊടുത്തപ്പോൾ എനിക്ക് അതിൽ ഞാൻ ചെലവ് ചെയ്ത ക്യാഷ് മുഴുവൻ കിട്ടി കേട്ടോ. അത് കിട്ടിയിട്ടാണ് ഞാൻ അയാൾക്ക് കൊടുത്തത്. അപ്പോൾ ഈ റൂമിൽ നമ്മൾ ടൈല് വർക്ക് അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില റൂമുകൾക്ക് അത് വേണ്ട, പക്ഷേ നമ്മൾ ഈ ടൈല്
വർക്ക്, അതേപോലെ സ്റ്റിക്കർ വർക്ക്, അതേപോലെ പരസ്യത്തിന് നമ്മൾ ചെലവ് ചെയ്ത ക്യാഷ്, അങ്ങനെയുള്ള ക്യാഷുകളെല്ലാം തന്നെ നമ്മൾ കണക്കാക്കണം. ഈ ബിസിനസ്സിൽ മൂലധനത്തിൽ നമ്മൾ കണക്കാക്കണം. അപ്പോൾ അതൊക്കെ തന്നെ പുള്ളിയുടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിയതുകൊണ്ട് ആ ATMിലുള്ള ക്യാഷ് എനിക്ക് ലഭിച്ചു. എന്നാലും ഞാനവിടെ നടത്തിയിരുന്ന അത്രത്തോളം കാലം എൻ്റെ ക്യാഷ് അതിൽ കിടന്നിട്ട് എനിക്ക് അതിൽ വലിയ ലാഭം ഉണ്ടായില്ലല്ലോ. അതിൻ്റെ നഷ്ടം എനിക്കുണ്ട്. അതേപോലെ അവിടെ പോയി ക്യാഷ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനത്തിന് പെട്രോൾ അടിച്ചിട്ടാണല്ലോ പോകുന്നത്. അതിൻ്റെ ചിലവ്, പിന്നെ ഞാൻ പോയി വരുമ്പോൾ ഉള്ള എനിക്ക് ഭക്ഷണം എന്തെങ്കിലും ഞാൻ കഴിക്കില്ലേ, ജ്യൂസോ ചായയോ അല്ലെങ്കിൽ ഭക്ഷണമോ എന്തെങ്കിലും, അതിൻ്റെ ചിലവൊക്കെ നമ്മൾ കണക്ക് കൂട്ടണം. അതൊക്കെ നഷ്ടം തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു നഷ്ടവും ഇതിലുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അങ്ങനെ ഞാൻ ആ ATM കൊടുത്തു. പക്ഷേ ബാക്കി 2 ATMകൾ ആരും വാങ്ങാൻ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ATM തീരെ ട്രാൻസാക്ഷൻ ഇല്ല പറഞ്ഞില്ലേ, അത് ഞാൻ ക്ലോസ് ചെയ്യുക തന്നെ ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് നഷ്ടം വരിക എന്ന് വെച്ചാൽ, ആ റൂമിലെ വർക്കുകളൊക്കെ ഇവർ ചെയ്തല്ലോ, ആ വർക്കിൻ്റെ ക്യാഷ് ഇവർ പിടിക്കുന്നുണ്ട്. അതേപോലെ GSTയും പിടിക്കും. അങ്ങനെ ഇതൊക്കെ പിടിച്ചത് പോകെ 64,600 രൂപയാണ് നമുക്ക് നമ്മൾ കൊടുത്ത ഈ പേൾ മോഡലിൻ്റെ 1,59,000 നിന്ന് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് 95,000 രൂപയോളം അതിൽ നഷ്ടമാകും. പിന്നെ നമ്മൾ ടൈല് വർക്ക്, അതേപോലെ സ്റ്റിക്കർ വർക്ക്, അതുപോലെ മറ്റു വർക്കുകളൊക്കെ ചെയ്തതിന് എങ്ങനെ ഒരു 30,000 രൂപയോളം ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ 1,30,000 രൂപയോളം, അതിൽ 1,20,000 25,000 രൂപയോളം നഷ്ടം വരും. പിന്നെ അതുകൂടാതെ ഞാൻ അതിൽ ഇട്ടു വെച്ചിരുന്ന ആ മൂലധനം ഉണ്ടല്ലോ, അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല. അതിൽ ഞാൻ അങ്ങോട്ടാണല്ലോ ക്യാഷ് ഇത്രയും ചെയ്തിട്ട് ഞാൻ കൊടുത്തിരുന്നത്, കറണ്ട് ചാർജും വാടകയ്ക്കുമായിട്ട്. അപ്പോൾ എനിക്ക് വൻ നഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ ഞാനത് ഒരു 1-1.5 വർഷത്തോളം നടത്തിയപ്പോൾ എനിക്ക് ഉണ്ടായി. അതൊക്കെ കണക്ക് കൂട്ടി നോക്കിയാൽ വലിയൊരു സംഖ്യയാണ് എനിക്ക് അതിൽ നഷ്ടമായത്. എന്നാൽ SBI ATMിൻ്റെ അടുത്ത് ഞാൻ തുടങ്ങി പറഞ്ഞ ATM ഇല്ലേ, ആദ്യം തുടങ്ങിയത്, അത് ഞാൻ ഒഴിവാക്കാൻ നോക്കിയില്ല. കാരണം അതിൽ എനിക്ക് പോകെ ഒരു 12,000 13,000 രൂപയൊക്കെ ആവറേജ് മാസം കിട്ടാൻ തുടങ്ങി. ശരിക്കും ഞാൻ പറഞ്ഞാൽ അത് 3 വർഷത്തോളം 2026 തുടക്കം വരെ ഞാനത് നടത്തി. എന്നിട്ടാണ് അതിനൊരു തീരുമാനമായത്. അപ്പോൾ ആ ATMിൽ ആദ്യം 3,000 ലഭിച്ച്, പിന്നെ 4,000 ലഭിച്ച്, 8,000 ലഭിച്ച്, പിന്നെ 13,000 ഇങ്ങനെയൊക്കെ ലഭിച്ചു. പിന്നെ ചില മാസങ്ങളിൽ മാത്രം 21,000 20,000 ചില മാസം 1-2 മാസങ്ങളിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഈ 3 വർഷത്തിൽ. കാരണം SBI ATM ആ സമയത്ത് അവിടെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അവരത് നേരാക്കുമ്പോഴേക്കും അവിടെയുള്ള ജനം മുഴുവൻ എനിക്ക് വന്നതുകൊണ്ട് ആ മാസങ്ങളിൽ 20-21 കിട്ടി. ബാക്കി മാസങ്ങളിലൊക്കെ 12-13 ഇതാണ് അവിടുത്തെ ആവറേജ്. അപ്പോൾ അതും എനിക്ക് വൻ നഷ്ടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനതിൽ 8.5 ലക്ഷം രൂപയോളം ആ മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതേപോലെ ആ റൂമിൻ്റെ അഡ്വാൻസ്, അങ്ങനെ ബാക്കി ചിലവുകൾ എല്ലാം കൂടി എനിക്ക് അവിടെ ഒരു 11 ലക്ഷം രൂപയോളം എനിക്കതിൽ മുടക്കിയിട്ടുണ്ട്. അതായത് അവിടെ കിടപ്പുണ്ട്, മൂലധനമായിട്ട് ക്യാപിറ്റൽ കിടപ്പുണ്ട്. അത് ഞാനൊരു സ്വകാര്യ ബാങ്കിൽ, സഹകരണ ബാങ്കിൽ വെറുതെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് 12% തന്നെ ഇൻട്രസ്റ്റ് ലഭിക്കും. നമ്മൾ അങ്ങനെ തന്നെ കണക്കാക്കണം. എനിക്കിപ്പോഴും അങ്ങനെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല വേറെ എന്തെങ്കിലും സ്കീമുകളിൽ മ്യൂച്വൽ ഫണ്ട് പോലെ ഇട്ടാൽ 13% നമുക്ക് ലഭിക്കും. അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടണം. വേണ്ട, 12% കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് ഒരു മാസം അതിന് 11,000 രൂപ തന്നെ ലഭിക്കും. പക്ഷേ ആവറേജ് എനിക്ക് അവിടെ ലഭിച്ചിരുന്ന എത്രയാണ്? 12,000 രൂപയാണ് അവിടെ ലഭിക്കുന്നത്. ഈ 12,000 രൂപയിൽ കറണ്ട് ചാർജ്, അതേപോലെ വാടക, ഇതൊക്കെ പോകെ പിന്നെ ഞാൻ ഈ പെട്രോളിൻ്റെ ചാർജ് ഒരു 4,000 രൂപയോളം കാണണമല്ലോ, അതിനൊരു 2,000 രൂപ ഞാൻ അതിൽ കണക്കാക്കാം. അപ്പോൾ 6,000 രൂപയോളം കറണ്ട് ചാർജും വാടകയും പ്ലസ് ഈ ഞാനവിടെ പോയി വരുന്നതിന് 2,000, 8,000 രൂപ അതിൽ പോയി. ബാക്കി എനിക്ക് ലഭിക്കുന്ന എത്രയാ? വെറും 3,000 രൂപയാണ് ഈ 12,000 രൂപ ഹിറ്റാച്ചി ATM എനിക്ക് അയച്ചു തരുന്നതിൽ ലഭിക്കുന്നത്. ശരിക്കും എനിക്ക് അത് വെറുതെ ബാങ്കിലിട്ടാൽ 11,000 ലഭിക്കും. അപ്പോൾ എനിക്ക് 3,000 അതിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ മൂലധനത്തിൽ എനിക്ക് എത്ര നഷ്ടമാണ്? 8,000 രൂപ ഒരു മാസം നഷ്ടമാണ്. അങ്ങനെ 3 വർഷം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. 3 വർഷം എനിക്ക് 12,000 ലഭിച്ചിട്ടില്ല കേട്ടോ. തുടക്കത്തിലൊക്കെ 3,000 4, അപ്പോൾ വൻ നഷ്ടമാണ് തുടക്കത്തിലൊക്കെ സംഭവിച്ചത്. ലാസ്റ്റ് വരെയും നഷ്ടം തന്നെ. പക്ഷേ ഇത് മാത്രമല്ല നമുക്കൊരു ATM നടത്തുമ്പോഴുള്ള നഷ്ടം. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ രാജേഷ് ഡീലർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3,000 ട്രാൻസാക്ഷൻ നടന്ന് 30,000 രൂപ ലഭിച്ചാൽ നമ്മൾ ആ മെഷീനിൽ മിനിമം 12 ലക്ഷം ഇട്ട് വെക്കണമല്ലോ. കൂടാതെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മറ്റുള്ള വകയിൽ ഒരു 14-14.5 ലക്ഷം നമ്മൾ ക്യാപിറ്റൽ അവിടെ ഇറക്കണം. അപ്പോൾ ഈ 14.5 ലക്ഷത്തിൻ്റെ ബാങ്ക് ഇൻട്രസ്റ്റ് ഞാൻ സഹകരണ ബാങ്കിലൊക്കെ ഇടുമ്പോൾ 12% വെച്ചാൽ 14,500 രൂപ നമുക്ക് ലഭിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇവർ 30,000 നമ്മൾ
അയച്ചു തന്നാലും അങ്ങനെ 30,000 ലഭിക്കുന്ന ട്രാൻസാക്ഷൻ ലഭിക്കുന്ന സെൻറ്ററുകളിലൊക്കെ വാടക ഭീമമായിരിക്കും. 8,000 രൂപയൊക്കെ എൻ്റെ ഒരു സുഹൃത്തിന് ഉണ്ടായിരുന്നു. അയാൾക്ക് 20,000 21,000 അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ 8,000 രൂപയും അതിൻ്റെ കറണ്ട് ചാർജ് വരുമ്പോൾ ഒരു 3,000 രൂപയോളം മാസം വരും. 2 മാസത്തേക്കല്ല, 1 മാസത്തേക്ക് കണക്കാക്കുമ്പോൾ. അപ്പോൾ ഒരു 11,000 രൂപ അതിൽ പോയില്ലേ. അത് പോരാതെ ഈ പെട്രോൾ ചിലവ് വണ്ടിക്ക്, പിന്നെ നമ്മുടെ ചിലവ്, അതൊരു 5,000 രൂപയോളം വരും. ഒരു 4,000, അപ്പോൾ തന്നെ ഒരു 15,000 രൂപ പോയില്ലേ. പിന്നെ ഈ 15,000 രൂപയെ ഇവർ അയച്ചു തരുന്ന ആ 30,000 രൂപയിൽ കുറയ്ക്കുമ്പോൾ എത്രയാണ്? ബാക്കി 15,000 നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 14,50,000 ബാങ്കിൽ ആ ക്യാപിറ്റലിന് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് എത്രയാണ്? 14,500 രൂപ. അപ്പോൾ ഈക്വലാണ്. അപ്പം നമ്മളത് അത്രയും ചെയ്തിട്ട് നമുക്ക് യാതൊരു ലാഭവുമില്ല. 30,000 രൂപ ഇവർ അയച്ചു തരുന്നെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. മിക്കവാറും ATMകളിൽ അത് ലഭിക്കില്ല എന്നുള്ളത് ഞാൻ തന്നെ ഒരു തെളിവാണ് നിങ്ങൾക്ക്, അനുഭവം കൊണ്ട്. 3 ATMകൾ നടത്തിയ വ്യക്തിയാണ്. എനിക്ക് അത്ര ലഭിച്ചിട്ടില്ല. 1-2 മാസം മാത്രം 20-21 ലഭിച്ചു ഒരു ATMൽ. ബാക്കിയൊക്കെ 6,000 8,000 ഇങ്ങനെയാണ് പോയത്. പക്ഷേ ഞാൻ ഒരാൾക്ക് വിറ്റു പറഞ്ഞില്ലേ, അയാൾക്ക് 20-21 കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല സെൻറ്ററാണ്. പക്ഷേ അയാൾക്കും ഇതേപോലെ തന്നെയാണ്. അത്രയും കിട്ടിയിട്ടും കാര്യമില്ല. അയാൾ അതിൽ വൻ സംഖ്യ ഇടുന്നുണ്ട്. പക്ഷേ അയാൾക്ക് വേറെ രീതിയിലാണ് അയാൾ അതിൽ ക്യാഷ് ഇടുന്നത്. അയാളുടെ സ്വന്തം ക്യാഷ് അല്ല, ജനങ്ങളുടെ ക്യാഷ്. അതുകൊണ്ടാണ് അയാൾ തുടങ്ങിയത്. അതുകൊണ്ട് അയാൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ സ്വന്തം ക്യാഷ് മുടക്കി അതിൽ ചെയ്യുമ്പോൾ വൻ നഷ്ടം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂട്ടുമ്പോൾ ഈക്വലായി വന്നല്ലോ ഈ 30,000-ൽ ഞാൻ പറഞ്ഞ കണക്കിൽ. ഇതല്ലാതെ നമുക്ക് വളരെ വലിയൊരു നഷ്ടം എന്താണെന്നറിയോ? നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ ലഭിക്കും? ഒരു ദിവസം 1,000 രൂപയോളം ലഭിക്കില്ലേ? ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ മിനിമം 1,000 രൂപ കൂലിപ്പണിക്കുണ്ട്. അയാൾക്ക് ഒരു മാസം ഒരു 20 പണി കിട്ടുകയാണെങ്കിൽ എത്ര രൂപ ലഭിക്കും? 20,000 രൂപയോളം ലഭിക്കില്ലേ? അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ 20,000 വേണ്ട, ഒരു 15,000 എങ്കിലും നമുക്ക് ലഭിക്കണ്ടേ? അത് ഇത് ഈ 30,000-ൻ്റെ ഒപ്പം ചേർത്ത് ലഭിക്കുകയാണെങ്കിൽ നമുക്കത് ലാഭമാണ്. അതായത് നമ്മൾ ഈ 14.5 ലക്ഷം മുടക്കിയിട്ട് 45,000 രൂപ ഹിറ്റാച്ചി കമ്പനിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് ലാഭമാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ 30,000 ലഭിക്കുകയാണെങ്കിൽ ആ പൈസ ബാങ്കിലിട്ടാൽ വെറുതെ ഇരുന്നാൽ തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ സമയം നമ്മളതിൽ നിന്ന് ഫ്രീ ആയില്ലേ. അപ്പം നമ്മൾ വേറെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു ഹിറ്റാച്ചി പരിപാടി അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ നമ്മൾ ഫ്രീ ആയല്ലോ. അപ്പോൾ അതിൻ്റെ സംഖ്യയും നമുക്ക് ലഭിക്കും. അപ്പോൾ വൻ നഷ്ടമാണ് 30,000 രൂപ ലഭിക്കുകയാണെങ്കിലും. പക്ഷേ 30,000 രൂപ ലഭിക്കില്ല മിക്ക സ്ഥലങ്ങളിൽ. പിന്നെ എവിടെയാണ് ഇത് ലഭിക്കുക പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ഭയങ്കര വലിയ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ഒലവക്കോട്, ഒറ്റപ്പാലം പോലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ ഇത് സ്ഥാപിച്ചാൽ, അല്ലെങ്കിൽ വലിയ ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചാൽ അപ്പോൾ ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ തുടങ്ങിയവർക്കും ലഭിക്കാത്തതുണ്ട്. എൻ്റെ അറിവിൽ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടു ഇത് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അവർക്കൊന്നും ചിലർക്ക് ലഭിക്കുന്നുണ്ട്, മിക്കവർക്കും ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിച്ചാലും ഇത്രയും ചിലവുകളൊക്കെ പോയി നോക്കുമ്പോൾ അവർക്കും ചെറിയ സംഖ്യ അതിൽ ലാഭമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഹിറ്റാച്ചിയുടെ ATM തുടങ്ങുക എന്ന് പറയുന്നത് നഷ്ടപരിപാടി തന്നെയാണ്. അങ്ങനെ SBI ATMൻ്റെ അടുത്ത് തുടങ്ങിയ ATM-ഉം ആരും വാങ്ങാൻ വന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതും ക്ലോസ് ചെയ്തു. അതിനും ഇതേപോലെ എനിക്ക് 64,600 ഒക്കെ കിട്ടിയുള്ളൂ. ബാക്കി കുറേ ക്യാഷ് എനിക്ക് ഞാൻ ചിലവ് ചെയ്തതും നഷ്ടമായി. അങ്ങനെ അതൊക്കെ പൂട്ടി ഞാൻ ആ ക്യാഷൊക്കെ വീണ്ടും റിട്ടേൺ എടുത്തിട്ട് ഞാൻ എൻ്റെ വേറെ ബിസിനസ്സിലിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി റാഷിദ് എന്ന വ്യക്തിക്ക് ഒരു വമ്പൻ തട്ടിപ്പ് സംഭവിച്ചു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അയാൾ 2022-ലാണ് ഈ തട്ടിപ്പ് നടന്നത് കേട്ടോ. ഇത് നാൾ വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 2-3 ദിവസം മുമ്പ് ഈ റാഷിദിനെ വിളിച്ച് ആ ക്യാഷ് കിട്ടിയോ ചോദിച്ചു. ഇതുവരെയും 2,30,000 രൂപ അയാൾക്ക് കമ്പനി തന്നിട്ടില്ല. ഇത്രയ്ക്ക് തെളിവ് സഹിതം കൊടുത്തതാണ്. മാത്രമല്ല ഇവർ ആ മെഷീൻ ചെക്ക് ചെയ്താൽ തന്നെ എഞ്ചിനീയർക്ക് ഈ ക്യാഷ് പോയതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. എന്നിട്ടും ഇവർ കണ്ടുപിടിച്ചിട്ട് ആ പൈസ അയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അതിന് ലീഗലായിട്ട് പോകാനൊന്നും അയാൾക്ക് ഇപ്പോൾ പറ്റില്ല. കാരണം ഇത് വൻ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് വയ്യ പറഞ്ഞിട്ട് അയാൾ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ രാജേഷ് ഡീലർ ഉണ്ടല്ലോ, അയാൾ ഞാനിത് നിർത്തുന്നു പറഞ്ഞപ്പോഴേ എൻ്റെ നമ്പറിനെ പുള്ളി ബ്ലോക്ക് ചെയ്ത ആൾ എനിക്കിതേപോലെ വമ്പൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ ക്യാഷ് പോയത് തന്നെയല്ലേ? എൻ്റെ മൂലധനം അതിൽ ഇട്ട് വെച്ചത് ഏതെങ്കിലും മോഷ്ടാക്കൾ കൊണ്ടുപോയാൽ എനിക്ക് കമ്പനിയും തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതിന് ഞങ്ങളുടെ ഇവിടെ തന്നെ റാഷിദ് എന്നൊരു വ്യക്തി തെളിവാണ്. സെയ്ദ് എന്ന് പേരുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം തന്നെ രാജേഷ് ഡീലറിൻ്റെ കീഴിൽ
SBI ATMന്റെ പടിവാതിൽക്കിൽ തന്നെ ഒരു വലിയ ക്യാബിൻ സെറ്റ് ചെയ്തുകൊണ്ട് ഹിറ്റാച്ചി ATM തുടങ്ങിയിരുന്നു. അപ്പോൾ SBI ATMിലേക്ക് കയറുന്ന ആളുകളൊക്കെ തന്നെ ഈ ATMിലേക്കും കയറി തുടങ്ങി. അങ്ങനെ ആദ്യം തന്നെ അത്യാവശ്യം ട്രാൻസാക്ഷൻ പുള്ളിക്ക് ലഭിച്ചു. അപ്പോൾ ആദ്യ മാസങ്ങളിൽ 18,000 20,000 എന്നൊക്കെ കിട്ടി തുടങ്ങിയെങ്കിലും പുള്ളി അതിൻ്റെ വരവും ചെലവും കൂട്ടി നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, അത് തന്നെ പുള്ളിക്ക് വരവിനേക്കാൾ കൂടുതൽ അവിടെ ചെലവാണ്, ഇത് വൻ നഷ്ടമാണെന്ന് മനസ്സിലായി. കാരണം അവിടെ കറണ്ട് ചാർജ് 3,000, അതേപോലെ വാടക 8,000, അത് തന്നെ 11,000 പോയില്ലേ, ബാക്കി ക്യാഷ് അതിൽ എന്തുണ്ട്? അപ്പോൾ പുള്ളി എന്നേക്കാൾ കൂടുതൽ മൂലധനം അതിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ക്യാബിന് പുള്ളിയുടെ സ്വന്തം ചെലവിലാണ് സെറ്റ് ചെയ്തത്, അതുകൊണ്ട് വലിയൊരു സംഖ്യ അതിലേക്ക് ഇറക്കിയിരുന്നു. അപ്പോൾ അത് നഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ ആ ATM എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ തന്നെ 3 തുടങ്ങിയിട്ട് കുടുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് നോക്കിയെങ്കിലും ആരും അത് എടുക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല. പക്ഷേ അത് പുള്ളിക്ക് ക്ലോസ് ചെയ്യാനും മടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാബിനൊക്കെ പുള്ളി സെറ്റ് ചെയ്തത് കൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ വലിയൊരു തുക തന്നെ പുള്ളിക്ക് നഷ്ടമാകും. അപ്പോൾ താല്പര്യമില്ലെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അത് അങ്ങനെ നടത്തിപ്പോന്നു. പക്ഷേ 2025 ഡിസംബർ ആയപ്പോഴേക്കും അതിലെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ എന്നത് വെറും 25 ചുരുങ്ങി. അപ്പോൾ പുള്ളി അത് ഇനി അവിടുന്ന് അങ്ങോട്ട് നടത്തിപ്പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടെ രാജേഷ് ഡീലറിനെ പുള്ളി വിളിച്ചിട്ട് ഈ ATM നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അതുവരെയും നല്ല സമീപനമായിരുന്നു സെയ്ദിനോട് രാജേഷിന്. പക്ഷേ പുള്ളി ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞതോടെ രാജേഷ് പിന്നെ സെയ്ദിൻ്റെ കോള് എടുക്കാതായി. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് MFന്റെ ഫോൺ നമ്പർ മേടിച്ചിട്ടാണ് സെയ്ദ് ഈ ATM ക്ലോസ് ചെയ്തത്. അപ്പോൾ ഡീലർമാർക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് കൈയൊഴിഞ്ഞ് കളയും എന്നതിന് സെയ്ദിനും എനിക്കും ലഭിച്ച ഈ രാജേഷ് ഡീലർ ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ എല്ലാ ഡീലർമാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ആവശ്യം അവർക്ക് കഴിഞ്ഞു എന്നാവുമ്പോൾ അവർക്ക് നമ്മുടെ മേലെയുള്ള താല്പര്യം പോകാൻ തന്നെയാണ് സാധ്യത. അതായത് നമ്മൾ ഈ ഹിറ്റാച്ചി ATM തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇട്ടുവെച്ചിരിക്കുന്ന ആ മുതലിന്, ക്യാപിറ്റലിനും അതേപോലെ തന്നെ ഈ തൊഴിലിനും നമുക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല എന്ന് ചുരുക്കം. ഹിറ്റാച്ചി ATMിൽ കുറേ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്യാഷ് ജനങ്ങൾക്ക് വിഡ്രോവലും ചെയ്യാം. എന്നാൽ ആ ഡെപ്പോസിറ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ATM കൗണ്ടറിൻ്റെ ഓണർക്ക് ജനങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിനായിട്ട് താൻ ലോഡ് ചെയ്യുന്ന ആ ക്യാഷ് ഉണ്ടല്ലോ, അതൊരിക്കലും കുറയ്ക്കാൻ കഴിയില്ല. കാരണം ഡെപ്പോസിറ്റ് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. എന്നാൽ വലിയ സംഖ്യയൊന്നും ഡെപ്പോസിറ്റ് ആയിട്ട് വരികയുമില്ല. മാത്രവുമല്ല ഈ ATMിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന ബാങ്കുകൾ തന്നെ ഹിറ്റാച്ചി കമ്പനിയിൽ നിന്ന് CDM സ്വന്തമായി വാങ്ങി അവരുടെ ATM കൗണ്ടറുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ആ CDMകളെ മെയിൻ്റനൻസ് ചെയ്യുന്നതും ഹിറ്റാച്ചി കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ഡെപ്പോസിറ്റിനെ പ്രതീക്ഷിച്ച് മൂലധനം ഒരിക്കലും നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. ATMന്റെ ഭ്രാന്ത് മൂത്ത് അതിന്റെ ഇൻട്രസ്റ്റിൽ ATM തുടങ്ങിയ മിക്കവരും തന്നെ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ തന്നെ നടത്തി പോകുന്നുണ്ട്. എന്നാൽ അത് നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരോട് ATM എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലാഭമാണെന്നാണ് മിക്കവരും പറയുന്നത്. കാരണം ATM ഒക്കെ തുടങ്ങിയിട്ട് അത് നഷ്ടമാണെന്ന് പറയാനുള്ള ചമ്മൽ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നെപ്പോലെ ATM തുടങ്ങിയ ഒരുപാട് പേരെ ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ടു. ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.